എന്താണ് സെവൻത്ത് ക്വസ്റ്റ്യൻ. ചേച്ചി പഠിച്ച് ആരാവണമെന്നാണ് ആഗ്രഹം? അത് നടക്കോ ഇല്ലയോ എന്നറിയില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്. പക്ഷെ അവളുടെ ആഗ്രഹം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷെ ഒരൊറ്റ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഒരൊറ്റ ആൻസർ. എന്തായാലും കൂടുതലും ചേച്ചി പറഞ്ഞിട്ടുള്ളതാട്ടോ ഞാൻ It's maybe correct. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഫഷനാണ്. നഴ്സും ഡോക്ടറും പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ അനിയത്തിനെ സംബന്ധിക്കുന്ന കാര്യം എഴുതാം. തെറ്റിക്കില്ല എനിക്ക് ഉറപ്പാണ്. ഓള് ചെറുതാകുമ്പോ തൊട്ടേ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോഴും ഓള് അതിൽ സ്റ്റാൻഡ് ഉണ്ട്. ബട്ട് ഞാൻ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഞാൻ ഇതുവരെ അതിന് മാറ്റെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നീ 9th ക്വസ്റ്റ്യൻ അമ്മ ഉണ്ടാക്കി വെച്ചതാകെ 10 ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോ ഞങ്ങൾ രണ്ടാളും കിറ്റ് ഷെയർ ഇട്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വീട്ടുജോലി. അയ്യോ, ജോലി ഇഷ്ടമില്ലാത്തോണ്ട് ഞാൻ എഴുതി വെക്കും. ഓൺലി വൺ. ഇതിപ്പോ എന്തായാലും ടഫാക്കാനേ പറ്റുള്ളൂ, കാരണം രണ്ടുപേർക്കും ഈക്വൽ ആണ് ചോക്ലേറ്റ്സ്. ഒരൊറ്റ കാര്യം എഴുതുക, അവക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ജോലി. ഒരു ജോലി ഇഷ്ടമല്ല, സത്യം പറഞ്ഞാൽ അതാണ്. ഭയങ്കര മടിച്ചാണ് ഗൈസ്. ചില സമയത്ത് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ചില സമയത്ത് ഈ പണി പറഞ്ഞാൽ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. 3, 2, 1 സ്റ്റാർട്ട്. എനിക്ക് സംഭവം ശരിക്കും രണ്ടും ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ മുറ്റം ഞാൻ പിന്നെ അടിക്കും, പക്ഷെ പാത്രം എനിക്ക് തൊട്ടാൻ ഇഷ്ടമല്ല. അങ്ങനെയല്ല, ക്ലീനിങ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സത്യം പറഞ്ഞു. താല്പര്യമില്ലാത്ത ഒരു മിഠായി കൂടെ ഞാൻ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു ചേച്ചിക്ക് 2 ഇഷ്ടമാണ് പറഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഞാൻ എന്റെ മിഠായി ഇങ്ങനെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കിറ്റ്കാറ്റ് എനിക്ക് സ്വന്തം കേസ്. അല്ലാന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ആവാം. നെക്സ്റ്റ് അനിയത്തിനെ സംബന്ധിക്കുന്ന കാര്യം. അനൂട്ടിക്ക് ഇഷ്ടമുള്ള വീട്ടുജോലി, ചെയ്യാൻ ഇഷ്ടമുള്ള വീട്ടുജോലി. അയ്യോ, ഓക്കെ ഗൈസ്, ഞാൻ ഇരിക്കും. ഇത് തെറ്റിക്കരുത് കേട്ടോ. 3, 2, 1 സ്റ്റാർട്ട്. ഗ്യാസ് സ്റ്റവ് ക്ലീനിങ്ങാ. എപ്പോഴും പറയും എനിക്ക് ഇങ്ങനെ അങ്ങനെ സോപ്പ് പതപ്പിച്ചിട്ട് ആ തുണി കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റാറ്റിസ്ഫിക്കേഷൻ. ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല എന്നാള് അമ്മ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ തന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിഷമിക്കണ്ട ഗൈസ്, എന്റെ ചോക്ലേറ്റ് പോയാലോ. തീർച്ചയായിട്ടും പറയട്ടെ, ഞാൻ തെറ്റിച്ചതല്ല കേട്ടോ. ഞാൻ എപ്പോഴും ചേച്ചിനോട് പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാത്രം. ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രീതി ഞങ്ങൾ ഷെയർ ഇടില്ല. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി 2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അപ്പൊ ചോദിച്ചോട്ടെ. 10 ക്വസ്റ്റ്യൻസ് ആയിട്ടോ. ചേച്ചിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഒരെണ്ണം എഴുതിയാൽ മതി. ഗൈസ്, എനിക്ക് ടോട്ടൽ ഫുൾ കൺഫ്യൂഷൻ ആണ്. എന്നാലും ഞാൻ ഒന്ന് എഴുതും. എന്തായാലും ഞാൻ എഴുതാൻ പോണേ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലോണ്ട് ഞാൻ അതൊന്നല്ല എനിക്ക് ടഫായിട്ട് എഴുതും. എനിക്ക് ഭയങ്കര ചില സമയത്ത് ലക്കിന് മാർക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെ 3, 2, 1 സ്റ്റാർട്ട്. മാത്സ് എന്നാലും എനിക്ക് ചില സമയത്ത് മാർക്ക് ഉണ്ടാവുന്നുണ്ട്. ഫിസിക്സ് വളരെ കുറവ്. നാളെ മാത്സ് എക്സാം ആയിട്ട് ബുദ്ധിമുട്ടി തലമുണ്ടാക്കി നടക്കുന്നുണ്ട്. ഞാൻ മാത്സ് എഴുതിയതിന്റെ മുട്ടായി പോയി ഗായ്സ്. എന്തായാലും ഞാൻ അനുവദിക്കില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. അങ്ങനെ അനിയത്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. നിലവിൽ ഈ പ്രായത്തിൽ അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എന്നാലും നിലവിൽ ഒരു ആഗ്രഹം. ഇതെന്താ അങ്ങോട്ട് നോക്കുന്നതെന്ന് ശരിയാവില്ല. ഞാൻ മാറ്റി വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വലിയ നിലയിൽ എത്തണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പൊ എല്ലാ സമ്മതത്തോടു കൂടി ഇല്ല, ഇപ്പൊ ആഗ്രഹം എന്താന്ന് പറഞ്ഞില്ല. ഫ്ലൈറ്റ് കയറി
ഫ്ലൈറ്റ് കയറില്ല. Guys, എല്ലാവരും സമ്മതത്തോടു കൂടി ഞാൻ ഈ കിറ്റ്കാറ്റിന്റെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി ഇവർക്ക് കൊടുക്കാൻ പോകുന്നില്ല guys. ഞാൻ എന്റെ ഷോർട്സ് തിന്നു കുഴപ്പമില്ല. കിറ്റ്കാറ്റിനെക്കാളും ടേസ്റ്റ് ഷോർട്സിന്. ആ നിലവില് എനിക്കും കിട്ടി. എത്ര എണ്ണം? 5 ഷോർട്സ് കിട്ടി. പിന്നെ തിന്നാ വൈൻഡപ്പ് ചെയ്യും. No. അയ്യോ അപ്പൊ ഓക്കെ ഗായ്സ്, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നു. ടാറ്റ.